ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഇന്ന് നമ്മൾ പോണ്ടിച്ചേരി കവർ ചെയ്യാണ്. 1954 നവംബർ 1 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി. പാരീസ് ഓഫ് ദ ഈസ്റ്റ്, സിറ്റി ഓഫ് ഡോൺ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് പോണ്ടിച്ചേരി. ഒരുപാട് കൊളോണിയൽ ബിൽഡിങ്ങുകളും പള്ളികളും അമ്പലവും സ്റ്റാച്യുവും എല്ലാം ചേർന്ന് ഒരു നല്ല ടൗൺ പ്ലാനിംഗ് നമുക്ക് പോണ്ടിച്ചേരിയിൽ കാണാൻ സാധിക്കും. രാവിലെ തന്നെ കടലൊക്കെ കണ്ട് വ്യായാമവും ജോഗിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബീച്ചാണ് പോണ്ടിച്ചേരിയിലുള്ളത്. 1.5 കിലോമീറ്റർ വാക്ക് വേ ഉണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരാൾക്ക് 3 കിലോമീറ്റർ ജോഗിങ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകളിൽ ഒന്നാണ് പോണ്ടിച്ചേരിയിലെ ബീച്ച്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷന് തിരഞ്ഞെടുക്കപ്പെട്ട ബീച്ചാണ് പോണ്ടിച്ചേരിയിലെ. പോണ്ടിച്ചേരി ഒരു സാൻഡ് ബീച്ചായിരുന്നു. കടൽ അകത്തേക്ക് കയറുന്നത് തടയാൻ വേണ്ടിയാണ് ഇവിടെ ഭിത്തികൾ കെട്ടിയിരിക്കുന്നത്. നല്ല പ്ലാനിങ്ങിൽ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് വരാമെങ്കിൽ 1 ഡേ ട്രിപ്പിൽ നമുക്ക് പോണ്ടിച്ചേരിയിലെ കുറേ ഭാഗങ്ങൾ കണ്ടു തീർക്കാൻ സാധിക്കും. ഇവിടെ റെന്റൽ ബൈക്സ് അവൈലബിൾ ആണ്. അതെടുത്താൽ യാത്ര കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഡെയിലി 400 രൂപയാണ് എനിക്ക് ചാർജ് ചെയ്തത്. പക്ഷെ നല്ല പോലെ പോണ്ടിച്ചേരി ആസ്വദിക്കണമെങ്കിൽ നിങ്ങളൊരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരിക തന്നെ വേണം. പോണ്ടിച്ചേരിയിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ഓറോവില്ലെ മാതൃമന്ദിർ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഫിലോസഫറുമായ അരബിന്ദോ ഘോഷിന്റെ സ്പിരിച്വൽ കൊളാബറേറ്ററായി അറിയപ്പെടുന്ന മദർ മിറ അൽഫാസയാണ് ഓറോവില്ലെ സ്ഥാപിച്ചത്. 1968 ഫെബ്രുവരി 28 ഓറോവില്ലെ ഉദ്ഘാടനം ചെയ്തത്. മനുഷ്യന്റെ പൂർണ്ണതയിലേക്കുള്ള അന്വേഷണത്തിന്റെ ഉത്തരമായിട്ടാണ് മാതൃമന്ദിറിനെ അൽഫാസ വിശേഷിപ്പിച്ചത്. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പാണ് ഓറോവില്ലെ. ഓറോവില്ലെ എന്ന വാക്കിനർത്ഥം സിറ്റി ഓഫ് ഡോൺ എന്നാണ്. മനുഷ്യകുലം ഒരൊറ്റ സമൂഹമായി ഐക്യത്തോടെ കഴിയുക എന്നതാണ് ഓറോവില്ലെ എന്ന ആശയത്തിന്റെ ഉദ്ദേശം. ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജാതിയോ മതമോ ഇല്ലാതെ ഒരുമിച്ച് കഴിയുന്ന സ്ഥലമാണ് ഓറോവില്ലെ. ഈ ടൗൺഷിപ്പ് തുടങ്ങി ആദ്യ 20 വർഷങ്ങളിൽ ഇവിടെ 400ഓളം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയുള്ള ഒരു 20 വർഷം അത് 2000ഓളം ആളുകളായി. ഇപ്പോൾ 3000ഓളം ആളുകൾ വസിക്കുന്ന ഒരു ടൗൺഷിപ്പാണ് ഓറോവില്ലെ. സ്വാഭാവികമായി ഉണ്ടായതും മനുഷ്യർ നിർമ്മിച്ചെടുത്ത ഭൂപ്രദേശങ്ങളുമാണ് ഇവിടെയുള്ളത്. പ്രകൃതിയും മനുഷ്യരും ചേർന്ന് ജീവിക്കുന്ന അപൂർവമായ ഒരു പ്രദേശമാണ് ഓറോവില്ലെ. ഓറോവില്ലയിലെ പേരാൽ മരം ഒരു അത്ഭുത കാഴ്ചയാണ്. വ്യത്യസ്തമായ നിർമ്മിതികളും വീടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു വാസ്തുവിസ്മയമാണ് മാതൃമന്ദിർ. യോഗ, ആത്മീയത, ധ്യാനം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് മാതൃമന്ദിർ. ഇതിനകത്തേക്ക് കയറാൻ മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതാണ്. പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അരുൾമികു മണക്കുള വിനായക ദേവസ്ഥാനം. അരബിന്ദോ ഘോഷിന്റെ ആശ്രമത്തിനോട് ചേർന്ന് തന്നെയാണ് വിനായക ദേവസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ അധിനിവേശ പ്രദേശമാകുന്നതിന് മുമ്പ് ചോളന്മാർ, പാണ്ഡ്യന്മാർ, വിജയനഗര സാമ്രാജ്യം, ബിജാപ്പൂർ സുൽത്താൻമാർ ഇവരുടെ എല്ലാം ഭരണത്തിന് കീഴിലായിരുന്നു പോണ്ടിച്ചേരി. ഇന്ന് കാണുന്ന ഭംഗിയുള്ള നിർമ്മിതികളെല്ലാം കൊളോണിയൽ ഭരണത്തിന് അവകാശപ്പെട്ടതാണ്. അവരുടെ ഒരു ടൗൺഷിപ്പ് പ്ലാനിങ്ങിന്റെ ഉത്തമ ഉദാഹരണമാണ് പോണ്ടിച്ചേരി.
ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നതിന് മുമ്പ് അറിയപ്പെടുന്ന തുറമുഖ പ്രദേശം അരിക്കമേടായിരുന്നു. പിന്നീട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പോണ്ടിച്ചേരിയെ വികസിപ്പിച്ചെടുത്തത്. റൊമെയിൻ റോളൻ ലൈബ്രറി, പോണ്ടിച്ചേരി മ്യൂസിയം, ഭാരതി പാർക്ക്, പോസ്റ്റ് ഓഫീസ്, അങ്ങനെ ഒരു ടൗൺഷിപ്പ് പ്ലാനിങ്ങിൽ വേണ്ടതെല്ലാം വളരെ അടുത്തടുത്ത് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ. പോണ്ടിച്ചേരിക്ക് ഒരു ചരിത്രമുണ്ട്. അതും ഒരു കോട്ടയുടെ ചരിത്രമാണ്. ദ സിറ്റാഡൽ ഓഫ് പോണ്ടിച്ചേരി എന്നറിയപ്പെടുന്ന സെയിന്റ് ലൂയിസ് ഫോർട്ട്. 1674 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായി ഫ്രാങ്കോയിസ് മാർട്ടിൻ വരുമ്പോൾ പോണ്ടിച്ചേരി അധികം വികസിക്കാത്ത ഒരു മുക്കുവ ഗ്രാമമായിരുന്നു. അദ്ദേഹം ബെൽജിയത്തുള്ള സെന്റ് ലൂയിസ് ഫോർട്ടിന്റെ മാതൃകയിൽ ഇവിടെ ഒരു കോട്ട കെട്ടി. 1761 ബ്രിട്ടീഷ് സൈന്യം കോട്ട ആക്രമിച്ച് തകർത്തു. ഇപ്പോൾ ഭാരതി പാർക്ക്, ഗവർണേഴ്സ് ഓഫീസ് ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് ആ കോട്ടയുടെ സ്ഥാനമായിരുന്നു. ട്രിബ്യൂട്ട് വാൾ, ഗാന്ധി പ്രതിമ, നെഹ്റുവിന്റെ പ്രതിമ, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്ന പല മോണുമെന്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായിരിക്കുന്ന സമയത്ത് നിർമ്മിച്ചതാണ് ഭാരതി പാർക്കിലെ ആയി മണ്ഡപം. നഗരത്തിലെ ജലവിതരണ ആവശ്യത്തിന് റിസർവയർ നിർമ്മിക്കാൻ സ്വന്തം വീട് തകർക്കാൻ സമ്മതിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയിയുടെ പേരിൽ ആയി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് മഹാത്മാഗാന്ധി സ്ട്രീറ്റ് ഉള്ളത്. ഗോബർട്ട് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് മാർക്കറ്റ് ഇവിടെയാണ് ഉള്ളത്. നല്ല തിരക്കേറിയ ഒരു മാർക്കറ്റ് റോഡാണിത്. പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ബസിലിക്ക ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ഗോത്തിക് നിർമ്മാണ ശൈലിയിൽ വളരെ ഭംഗിയുള്ള ഒരു പള്ളിയാണ് ഇത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.